കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം കടന്നു വന്ന എല്ലാ പ്രിയമുള്ളവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. എന്നിട്ട് അടുത്ത് പറഞ്ഞു, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ല ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഏറ്റവും വളരെ മർമ്മമായിട്ടൊരു വചനമാണ് കർത്താവ് പറഞ്ഞത്. പുത്രനും അറിയത്തില്ല, സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അറിയാൻ കഴിയാത്ത കർത്താവിൻ്റെ വരവിനെ കുറിച്ച് അവിടെ പറയുന്നത്. ആ നാളും നാഴികയും സംബന്ധിച്ചു എൻ്റെ പിതാവ് മാത്രമല്ല ആരും സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ 42 രണ്ട് പ്രധാന കാര്യങ്ങൾ, രണ്ട് ഉപദേശങ്ങൾ യേശു കർത്താവ് പറയുന്നുണ്ട്. അവിടെ പറയുന്നു 42, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ കർത്താവിന്റെ വരവെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഇന്ന് രാത്രികാലം നമ്മോടുള്ള സന്ദേശം, കാരണം ഈ ലോക്ക്ഡൌണിലൊക്കെ ആയിരിക്കുമ്പോഴും നമ്മൾ ഓരോ ദിവസവും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അത് എനിക്കൊരു അനുഗ്രഹമായിട്ട് മാറണമേ നമ്മൾ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ദൈവം ചെയ്യും. ഒന്നാമത്തെ വിഷയം, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പിൻ. എന്നിട്ട് 43 വായിക്കുന്നു, കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന അറിയുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നില്ല, നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഇവിടെ രണ്ടാമത്, നനയ്ക്കാത്ത നാളിൽ കർത്താവ് വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കും. ആദ്യം പറഞ്ഞ എന്തിനും ഉണർന്നിരിപ്പ്. ഈ രണ്ട് മണ്ഡലങ്ങൾ പ്രിയമുള്ളവർ നിങ്ങളും ഞാനൊക്കെ ചെയ്യുന്നവരാ. നമ്മൾ ഉണർന്നിരിക്കുന്നവരാണ്, നമ്മൾ ഒരുങ്ങിയിരിക്കുക. എന്നാൽ ഇന്ന് രാത്രികാലം ഇത് എന്തിനാ പറയുന്നത്? ആ മണ്ഡലങ്ങളിൽ പലപ്പോഴും നമുക്കത് ചെയ്യുവാൻ കഴിയാതെ വണ്ണം നമ്മെ പുറകോട്ട് വലിക്കുന്ന ചില ആത്മമണ്ഡലത്തിലെ ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രികാലം നിങ്ങൾ ഞാനൊരു വിടുതൽ എടുക്കണം. സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ വചനം ഇന്ന് രാത്രികാലം നമ്മുടെ ഒരു അപ്പൊ അതിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട വിഷയം യേശു കർത്താവ് പറഞ്ഞു. അതിന്റെ 24 പറഞ്ഞു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകനും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാൻ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും, ഓർത്തുകൊള്ളുവേൻ. അപ്പം ഒത്തിരി കാര്യങ്ങൾ വന്നു. കഴിയുമെങ്കിൽ, എന്റെ ചിന്ത ഇതാണ്, കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ അകത്ത് ഇത്രയും കുറിച്ചിട്ടാൽ മതി. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എത്രയും ഭക്തന്മാരായിട്ട് വൃദ്ധത്വം കാണാം, നാസിർ വ്രതം പോലെയൊക്കെ കർത്താവിനോട് ജീവിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരെ കൂടെ തെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഞാനായിരിക്കുമ്പോൾ എത്ര ശ്രദ്ധയോടുകൂടി നമ്മൾ ഉണർന്നിരിക്കണം, എത്രത്തോളം നമ്മൾ ഒരുങ്ങുവാൻ ബാധ്യസ്ഥ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന വിഷയങ്ങൾ, ഒന്ന് ഉണർന്നിരിക്കുവാനും ഒരുങ്ങിയിരിക്കേണ്ടതിന് കാരണം നമ്മൾ ഇവിടെ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചില വിഷയങ്ങൾ ചിന്തിപ്പാനായിട്ട് കർത്താവിനെ ശരണപ്പെടുക. ഒന്ന് യൂദയുടെ പുസ്തകം എടുക്കുമ്പോൾ അന്ത്യകാലത്തിലുള്ള ചില വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാം. യൂദ 3 ഇങ്ങനെ വായിക്കാൻ കഴിയും. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട്, ശ്രദ്ധിക്കണേ, വിശുദ്ധന്മാർക്ക് പല പ്രാവശ്യമല്ല ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. അപ്പൊ വിശ്വാസത്തിന് വേണ്ടി ഏതാ ഒരിക്കലായിട്ട് വിശുദ്ധന്മാർക്ക്, എനിക്കും നിങ്ങൾക്കും ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിൽ നിൽക്കേണ്ടത് പോരാടണം. പോരാടി പ്രാർത്ഥന ആദ്യം വായിച്ചാൽ, അതായത് സുശേഷം വായിച്ചതുപോലെ, കാരണം കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കണമെന്നും നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നും പറയുമ്പോൾ അതിന്റെ മണ്ഡലത്തിൽ ഒരു വെളിപ്പാടിലേക്ക് യൂദ അടുത്ത മണ്ഡലത്തേക്ക് അതിന്റെ 20-ാമത്തെ വാക്യത്തിലാണ്, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ അവിടെ 3-4 കാര്യങ്ങൾ. ഒന്ന്, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. വിശ്വാസം വേണം ഈ കാലഘട്ടത്തിൽ, വിശ്വാസത്തിന് വേണം. എന്നിട്ട് ഇവിടെ പറയുന്ന ഒരു പടി കൂടെ മണ്ഡലത്തിലേക്ക് കയറുമ്പോൾ അപ്പോസ്തലൻ കുറിച്ചിട്ടുണ്ട് അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരം. സാധാരണ വിശ്വാസമല്ല കേട്ടോ, അതിവിശുദ്ധ വിശ്വാസം. നമ്മൾ മറ്റ് എന്തെങ്കിലും ഭൗതിക വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നത് പോലെ ചിന്തിക്കുന്ന പോലെ ചെറിയ വിശ്വാസമല്ല കേട്ടോ. ഈ വിശ്വാസത്തെ, ക്രിസ്തു യേശുവിൽ നമുക്ക് ലഭിച്ച, പിതാവിലൂടെ ലഭിച്ച ഈ വിശ്വാസത്തെ അതിവിശുദ്ധമായ ഒരു വിശ്വാസം, ഈ വിശ്വാസത്തെ ആധാരമാക്കി
പ്രാർത്ഥിക്കൊണ്ട് 4 കാര്യങ്ങൾ അപ്പോസ്തലൻ ഇവിടെ കുറിച്ച്. ഒന്ന്, ആത്മീക വർധന വരുത്തണം. ആത്മീക വർധന എങ്ങനെയാണ്? നിരന്തരം വചനങ്ങൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദിവസം ഇരിക്കുമ്പോൾ ആത്മീകമായ വർധന. ദൈവഹിതമല്ലാത്ത വിഷയങ്ങളെ വിട്ടിരിക്കാൻ കഴിയും മാത്രമേ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയൂ. ചില കാര്യങ്ങൾ മാറ്റി വെച്ചാൽ മാത്രമേ ഒരുങ്ങുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഒന്ന് ആത്മീയ വർധന. രണ്ടാമത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥന. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയമാണ് ടങ്സിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ഇടപെടാതെ അന്യഭാഷ പ്രാർത്ഥിക്കണം. അന്യഭാഷ സംസാരിക്കുന്നത് നമുക്ക് ആത്മീക വർധന വരുത്തും, അല്ലെ? അന്യഭാഷ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് സംസാരിക്കുന്നു. കാരണം അത് സഭയുടെ ആത്മീക വർധനയ്ക്കാണ്. എല്ലാ മണ്ഡലങ്ങളും വർധന ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൽ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത്. മൂന്നാമത് നിത്യജീവനായിട്ടും കരുണയ്ക്കായിട്ടും കാത്തിരിക്കും. നിത്യജീവന് വേണ്ടിയിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു കരുണയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ. അപ്പൊ ഈ മണ്ഡലത്തിലേക്ക് എന്തിനു വേണ്ടി? അതിവിശുദ്ധമായ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ട് അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന വസ്തുത നമ്മുടെ അകത്തേക്ക് കയറണമെങ്കിൽ ഇത് നമ്മൾ പ്രാർത്ഥിക്കും. നിത്യജീവനായിട്ട് നമുക്കൊരിക്കലും നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയല്ലേ? പ്രിയപൈതലേ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നിത്യജീവൻ തന്നിട്ടുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ആ നിത്യജീവൻ നമുക്ക് തന്ന അത് നഷ്ടപ്പെടുത്തി കളയരുത്. അതിനുവേണ്ടി പറഞ്ഞു ഒരുങ്ങിയിരിക്കുവാൻ പറയുന്നതും ഉണർന്നിരിക്കാൻ പറയുന്നതും. കാരണം വൃതന്മാരെ തെറ്റിച്ചിരുന്ന കാലഘട്ടത്തിലാണെന്ന് ബോധ്യപ്പെടുത്തി ഇന്ന് രാത്രികാലം ആത്മാവിടുന്നതിന് വിഷയമെന്ന് നിത്യനും കരുണിക്കേണ്ട ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ. അപ്പൊ ദൈവസ്നേഹത്തിലേക്ക് കയറി യേശുവിന്റെ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടുമ്പോൾ ആ ദൈവസ്നേഹത്തിൽ എന്ത് ചെയ്യണം? നമ്മള് നിങ്ങളെ തന്നെത്താനൊന്ന് സൂക്ഷിക്കണം. ഉണ്ട് 1 യോഹന്നാൻ 5 വരുമ്പോൾ ദൈവത്തിൽ ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. പ്രിയമുള്ളവരെ, തന്നെത്താൻ സൂക്ഷിക്കുന്ന മണ്ഡലം അതെങ്ങനെ? ദൈവ സ്നേഹത്തിലായി. ഇന്ന് രാത്രികാലം സ്നേഹത്തോട് ഞാൻ പറയുന്നു, നമുക്ക് അകത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നാം നിറയുന്നുവെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമ്മൾ നിറയുവാൻ മാത്രമെങ്കിലേ നമുക്ക് ദൈവ സ്നേഹത്തിൽ എന്തുവേണം? ഈ നിത്യക്കണം അതിവിശുദ്ധ വിശ്വാസത്തെ, കാരണം നിത്യത വരെയും പിൻപറ്റുവാൻ തക്കവണ്ണം നമുക്കത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതിന്റെ കരുണ, ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ പകരപ്പെടണമെങ്കിൽ, കാരണം ആ കരുണ ഇല്ലാതെ നിത്യതയിൽ നമുക്ക് എത്തുവാനൊക്കത്ത. പ്രിയമുള്ളവരെ, രാത്രികാലം പരിശുദ്ധാത്മാവിലെ യൂദയുടെ വിടുന്നു. നിങ്ങളോ പ്രിയ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ എനിക്ക് ആത്മിക വർധന ഉണ്ടാകണം. നിങ്ങൾക്ക് എന്തിനായി ഈ രാത്രികാലം നമ്മൾ ഒന്നിച്ച് വചനങ്ങൾ ചിന്തിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുടെ അഭിഷിക്തന്മാരുടെ ഒക്കെ മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ അവര് പ്രസംഗിച്ചിട്ട് പോയത് കൊണ്ടല്ല, അത് കർത്താവേ അത് ആമേൻ പറഞ്ഞ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ അത് എന്റെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ വിടുതലായിട്ടുമാണ്. അങ്ങനെ ജീവിതത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഇന്ന് രാത്രികാലം ചില വിഷയങ്ങളെ ചിന്തിപ്പാൻ കർത്താവ്. കാരണം ആത്മീയത്തിലും ഭൗതിക ജീവിതത്തിലും എപ്പോഴും അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ട്. പോരാട്ടം എന്ന വിഷയം നമ്മളെപ്പോഴും ദൈവമക്കളെല്ലാം പറയും, ദൈവമക്കളും പറയാറുണ്ട് അല്ലാതെ എന്താ പ്രശ്നങ്ങളാ, എന്താ പോരാട്ടം, എവിടെ നോക്കിയാലും പോരാട്ടം നമുക്ക് കേൾപ്പാനായിട്ടൊക്കെ. വിശ്വാസം ചെയ്ത് വരുന്നതിന് മുമ്പും പോരാട്ടം പറഞ്ഞു, വിശ്വാസത്തിൽ വന്നിട്ടും പോരാട്ടം പറഞ്ഞു, ഇപ്പൊ പ്രത്യാശയോടെ കാത്തിരിക്കുമ്പോഴും നമ്മൾ പോരാട്ടം പറയും. ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ചില പോരാട്ട വിഷയങ്ങളെ അതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാമെന്ന് ഇന്ന് രാത്രികാലം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കാതലായ വിഷയം ഇതാണ്. കാരണം അവസാനത്തോളം സഹിച്ചു നിൽക്കണമെങ്കിൽ, കാരണം ആ മണ്ഡലത്തിലേക്ക് ഉണർന്നിരിക്കണമെങ്കിൽ, ഒരുങ്ങിയിരിക്കണമെങ്കിൽ, ആ വൃതന്മാരെ തെറ്റിച്ചിരുന്ന ഒരു അന്ത്യകാലത്തിൽ നമ്മുടെ അതിവിശുദ്ധമായ വിശ്വാസം കാത്തു സൂക്ഷിച്ച് നിത്യതയ്ക്ക് വേണ്ട കരുണയ്ക്കായിട്ടൊക്കെ കാത്തിരിക്കണമെങ്കിൽ ഈ ആത്മീയ പോരാട്ടത്തിൽ നമുക്ക് എങ്ങനെ നിൽക്കണം എന്ന് രാത്രികാലം നമ്മൾ ചിന്തിച്ചേ മതിയാവത്തുള്ളൂ. ഒന്നാമത് ഭൗതിക വിഷയത്തിൽ നമുക്ക് വ്യക്തിപരമായും സഭാപരമായും സാമൂഹികമായിട്ടും ഇത് നമുക്ക് കാണാൻ. കാരണം നമുക്കൊന്ന് കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതം അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിനകത്ത് ഒത്തിരി പോരാട്ടങ്ങളുണ്ട്, അല്ലേ? സഭാ ജീവിതത്തിനകത്ത് ഒത്തിരി പോരാട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. സാമൂഹികമായ ജീവിതത്തിൽ ഒത്തിരി പോരാട്ടങ്ങൾ, അല്ലെ? സാമൂഹിക ജീവിതം നോക്കുമ്പോൾ സാമൂഹികമായ സ്പർദ്ധകള്, ലഹളകള്, കലഹങ്ങളൊക്കെ വരുന്നതിന് പിന്നെ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചില ആത്മീയ മണ്ഡലങ്ങളുണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, ചുമ്മാ അതൊന്നും കലഹങ്ങൾ ഉണ്ടാകത്തില്ല കേട്ടോ, ചുമ്മാ ലഹളങ്ങൾ ഉണ്ടാകത്തില്ല. ചുമ്മാ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചില മണ്ഡലം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ആ പോരാട്ടം ഭൗതികത്തെ മണ്ഡലത്തിലെയും നമ്മൾ ആത്മീയ മണ്ഡലത്തെയും വിവേചിച്ച് നമ്മൾ ഇന്ന് രാത്രികാലം ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അതിനെ ദൈവത്തെ, സ്വർഗത്തിലെ ദൈവം അത് ചില വെളിപ്പാടുകളായിട്ട് തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താവ് തമ്മിൽ, മക്കളും തമ്മിൽ, മരുമക്കൾ തമ്മിൽ, അമ്മായിപ്പനും മരുമക്കളും എല്ലാ വിഷയങ്ങളും ഒത്തിരി പോരാട്ടം വിഷയങ്ങൾ. ഇവിടെയൊക്കെ ആ മണ്ഡലങ്ങളൊക്കെ ഒന്ന് തൊട്ട് സന്ദർശിച്ചൊന്ന് മുന്നോട്ട് പോകണം. പ്രിയമുള്ളവരെ, ഒരു വിടുതലിന്റെ സമയത്തേക്കാണ് നിങ്ങൾ ഞാൻ ആയിരിക്കുന്നുണ്ടോ. കാരണം എന്തുകൊണ്ട് കർത്താവ് ഈ കാലഘട്ടത്തിൽ വാതിലടച്ച് രഹസ്യത്തിൽ ഇരിക്കുവാൻ പറഞ്ഞു, രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ചിലത് ക്രമീകരിക്കാൻ പറഞ്ഞതിന്റെ ഒക്കെ പിന്നിലെ ചില കാര്യം എവിടെയൊക്കെ കുടുംബ ബന്ധങ്ങൾക്ക്
അകത്ത് ക്രമീകരിക്കാനുണ്ടെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധ സഭാ ജീവിതത്തിനകത്ത് ക്രമീകരിക്കേണ്ട മണ്ഡലങ്ങളുണ്ട്. ക്രമീകരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധം ഇന്ന് രാത്രികാലം ഏറ്റെടുക്കാൻ മനസ്സിലാകുമോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ട് വിഷയങ്ങൾ വരുന്ന ചില പോരാട്ട മണ്ഡലങ്ങളെ ഇന്ന് രാത്രികാലം നമുക്ക് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടാം. അത് കുടുംബജീവിതത്തിലായിക്കോട്ടെ, അത് സഭാജീവിതത്തിൽ അതിനെങ്ങനെ നമുക്ക് അതിജീവിക്കാൻ കഴിയും? ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം എടുക്കുമ്പോൾ 1 കൊരിന്ത്യർ അതിന്റെ 3-ന്റെ ആരംഭത്തിൽ എന്ന സഹോദരന്മാർ, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോടൊന്ന പോലെ എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയുന്ന 2-3 വിഷയങ്ങളുണ്ട്. അതിന്റെ 4-ാമത്തെ, ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊ നിങ്ങൾ ഈ സാധാരണ മനുഷ്യരെന്ന് പറയണമെങ്കിൽ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷൻ മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ. അപ്പൊ ജഡത്തിലെ വിഷയത്തിലെ കൊണ്ടുവരാം. മനസ്സിലായി? സഭയ്ക്കകത്താണ്, പക്ഷെ കുടുംബത്തിലെ അല്ല, സഭയ്ക്കകത്ത് വിഷയത്തിൽ നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ. അപ്പൊ ജഡികന്മാരായിട്ട് നമുക്ക് ജഡത്തിലെ ഇതിന്റെ ഉറവിടം തിരിച്ചറിയണം കേട്ടോ. അത് ആ മണ്ഡലത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടിരുന്ന കർത്താശനം. ഒരുത്തന് ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനും മറ്റൊരുത്തൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ പൗലോസപ്പോസിനെ കുറിച്ച് സാധാരണ മനുഷ്യർ അപ്പൊല്ലോസാർ പൗലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തന്ന ശുശ്രൂഷകന്മാരത്രേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമല്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. അപ്പൊ ഒരുവൻ നട്ടു, മറ്റൊരുവൻ കാരണം വളർത്തുമാറാക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടപ്പോൾ ആ മഹത്വം കൊടുക്കാത്ത മണ്ഡലങ്ങളിൽ നമ്മൾ പക്ഷം പിടിക്കാനില്ല. അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, പൗലോസിന്റെ പക്ഷക്കാരൻ, നമ്മുടെ സഭയ്ക്കത് ഞാൻ തോമാച്ചന്റെ ഗ്രൂപ്പ്, ഞാൻ ഫിലിപ്പച്ചായന്റെ ഗ്രൂപ്പ്, ഒത്തിരി ഗ്രൂപ്പുകൾ വന്നു കേട്ടോ. സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ ഇന്ന് രാത്രികാലം മനം തിരിഞ്ഞു മടങ്ങി വന്നില്ലെങ്കിൽ എന്റെ പൊന്നു തമ്പുരാൻ അഭിഷേകത്തിന്റെ ശക്തി നാളിലായിരിക്കും. പ്രിയമുള്ളവരെ, പക്ഷം പിടിക്കുവാനല്ല സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് നിന്നെ രക്ഷിക്കപ്പെടുത്തി, നിന്നെ സ്നാനപ്പെടുത്തി സഭയ്ക്കകത്ത് നട്ടു നനച്ചു നടത്തി നടുതലയായിട്ട് വളർത്തുന്ന അതിന്മേൽ ദൈവത്തിന്റെ പദ്ധതി കൊണ്ട് ഇന്ന് രാത്രികാലം തിരിച്ചു. പ്രിയ വൈദ്യരെ, നിങ്ങൾ ഞാനൊന്ന് മനസ്സിൽ തിരിയാൻ കഴിയുമോ? പക്ഷവാദം നിർത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷപാതം ജനത്തെ പോലെ സകല മനുഷ്യരെ ശിംശോൻ പറയുന്നു, എന്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെട്ടു പോയ ഞാൻ സാധാരണ മനുഷ്യൻ, ഞാൻ ശേഷം മനുഷ്യരെ പോലെ. ഇവിടെ പറഞ്ഞു ശേഷം മനുഷ്യരെ പോലെ ആകാനാണോ നമ്മെ ദൈവം സഭയ്ക്കകത്താക്കിയത്? അല്ല പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ശ്രദ്ധയോട് കേൾക്കണമേ. സഭയ്ക്കകത്ത് പക്ഷപാതം പറയരുത്. ഞാൻ ഒരു ദേവദാസന്റെ പക്ഷത്ത് നിൽക്കുന്നു, അല്ലെ മറ്റൊരാളുടെ പക്ഷത്ത്, ഇത് എല്ലാം നട്ടവനും നനയ്ക്കുന്നവനും ഏതുമല്ല, വളർത്തുമാറാക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം മഹത്വം കൊടുക്കേണ്ട ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയോ? അങ്ങനെയാണെങ്കിൽ ദൈവം വലിയ. കാരണം ജഡത്തിനകത്ത് ഇതിനകത്ത് വ്യാപരിക്കുന്ന ആ സ്പിരിറ്റിനെ ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, സഭയ്ക്കകത്ത് എടുക്കണം. അതുകൊണ്ട് പറഞ്ഞു പാതാള ഗോപുരം ജയിക്കാത്ത ഇവിടെ ഈ വായിച്ച സഭയിൽ എന്താ പാതാള ഗോപുരമല്ലേ ജയിക്കുന്നത്? ദൈവം ഏത് സഭയാ കണ്ടത്? ഞാൻ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരം സഭയെ ജയിക്കത്തില്ല. പാതാള ഗോപുരം ജയിക്കാത്ത സഭ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണം. ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം സ്നേഹത്തോടും നിങ്ങളും ഞാനും അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പിളിപ്പിച്ച് കളയുന്നത് പുളിപ്പില്ലാത്തവരാമയോ എല്ലാ പുളിപ്പുകളും എല്ലാ ഇടർച്ചകളും ഈശകളൊക്കെ മാറ്റി ഈ നാള് ഒരു മനപ്പെട്ട് ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? ഈ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കഴിയും? നമുക്കൊന്ന് മടങ്ങി വരാൻ പ്രിയമുള്ളവരെ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുറവുകളാ പറയുന്നത്, നമ്മുടെ വീഴ്ചകളാ പറയുന്ന, നമ്മുടെ പോരായ്മ കർത്താവേ ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും പോരാട്ടമാ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് പോരാട്ടമാ, കുഞ്ഞുങ്ങളോട് പോരാട്ടമാ, എല്ലായിടത്തും പോരാട്ടം. എവിടെ ഇത് വന്ന് തിരിച്ചറിയാൻ കഴിയും? ഇന്ന് രാത്രി അതിനെ ആത്മാവിൽ തിരിച്ചറിയണം. ആ വ്യക്തിയല്ല, വ്യക്തിയുടെ അകത്തൂടെ വ്യാപരിക്കുന്ന ആ ഇരുളിന്റെ വ്യാപാര ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ശാസിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആധിപത്യം എടുക്കും. അത് സഭയ്ക്കകത്ത് ആധിപത്യം എടുക്കും, കുടുംബത്തിനെടുക്കും, ദേശത്ത് സാമൂഹ്യത്തിന് ഒരു സാമൂഹ്യ ലഹളം ഉണ്ടാകണമെങ്കിൽ
ഒരു വർഗീയ കലാപമാണ് അതിനകത്ത് ആ വസ്തുവിന് ആത്മാവിന് ഇടം കൊടുത്താലേ സംഭവിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന്റെ കീഴിൽ നിന്ന് ചിലതിനെ പിടിച്ചടക്കണം കേട്ടോ. യോഹന്നാന്റെ കാലം മുഴുവൻ ബലാത്കാരികൾ, സ്വർഗരാജ്യം ബലാത്കാരി, ഇന്ന് രാത്രികാലം സ്നേഹത്തോടെ ചിലത് ബലാത്കാരം ഞാൻ തയ്യാറായിട്ട്. വീണ്ടും നമുക്ക് ആത്മീയവിഷയത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അതിന്റെ 1 കൊരിന്ത്യർ 6 കടന്നു വരുമ്പോൾ ഇതിനകത്ത് ചില വിഷയങ്ങളുണ്ട്. അതെങ്ങനെ കൈകാര്യം? നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും നിങ്ങൾ അറിയുന്നില്ല. എന്നിട്ട് പറയുന്നത് ഐഹിക കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രയധികം ചെയ്യാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങൾക്ക് വ്യവഹാരമുണ്ട്. വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നു. അത് കഴിഞ്ഞല്ലോ, നിങ്ങൾ തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയല്ലോ. അയ്യോ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യവഹാരം ഉണ്ടാകുന്നതിന് കേവലം ഒരു പോരായ്മയല്ലോ. എന്നിട്ട് അപ്പോസ്തലൻ നഷ്ടമേറ്റുകൊള്ളാത്തത് എന്ത്? അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തതെന്ത്? നിങ്ങൾ നഷ്ടം ഏറ്റുകൊള്ളാത്തതുണ്ട്. ഒരു സഹോദരൻ നമുക്ക് അതിനു വേണ്ടി ഇടർച്ചയ്ക്ക് പോകാതെ, വ്യവഹാരത്തിന് പോകാതെ, കേസ് കൊടുക്കാൻ പോകാതെ, എല്ലാവരും കുടുംബത്തിനാണോ സഭയ്ക്കകത്താണോ ആ കേസ് കൊടുത്ത് അതിന്റെ പുറകെ നമ്മുടെ ജീവിതം പാഴാക്കി കളയാതെ ഒന്ന് സഹിച്ചു കൊടുക്ക്, ഇളച്ചു കൊടുക്ക്. നിന്റെ ഒരു പുതപ്പെടം 2 കൂടെ വിട്ടുകൊടുക്ക. നിന്റെ ഒരു കരണത്തടിക്കാൻ മറയെ കരണം കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കും. കർത്താവ് കാണിച്ചു പറ്റും. ഈ നാടുകളിൽ സ്നേഹത്തോട് ഞാൻ പറയുന്നു, നമ്മെ ഇതുപോലൊക്കെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന നഷ്ടമേറ്റുകൾ അല്ല, നിങ്ങൾ അന്യായം ചെയ്യും, നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. എന്നിട്ട് വ്യക്തമായിട്ട് പറയുന്നു. എനിക്ക് 9ാമത്തെ വാക്യം പറയുക, അന്യായം ചെയ്യുന്ന ദൈവരാജ്യം അവകാശമാക്കിയല്ല നിങ്ങൾ അറിയുന്നില്ലയോ? അന്യായം ചെയ്യുന്നവനെ നീ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഇതാര് പറയും? അന്യായം ചെയ്ത് പല കുടുംബത്തിനകത്ത് അന്യായം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഭാജീവിതത്തിന് സാമ്യ ബന്ധനങ്ങളിലൊക്കെയും അനേക വിഷയങ്ങൾക്കത് അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഇന്ന് രാത്രികാലം വിളിച്ചു പറഞ്ഞേ മതിയാകത്തുള്ളൂ. ആരോടൊക്കെ ദൂത് കൈമാറുന്നത് എനിക്ക് അറിയത്തില്ല, എന്നോടാകാം നിങ്ങളോടാകാം. പ്രിയ പൈതലേ, ഇന്ന് രാത്രികാലം നമുക്കൊന്ന് മനസ്സാണ്. കർത്താവേ, ആരോടും അന്യായം കാണിക്കാതെ, ആരോടും അനീതി കാണിക്കാതെ, ആരോടും അധർമ്മം കാണിക്കാതെ ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ കർത്താവെ എടുത്തുകൊണ്ട് പോട്ട്. കർത്താവെ, എനിക്ക് നഷ്ടം വന്നാലും സാധ്യമല്ല, എനിക്ക് ഛേദം നൽകണം. പൗലോസ് അപ്പോസ്തലനൊക്കെ പറയാൻ കഴിയും, ഫിലിപ്പിയർക്കല്ലേ, ഞാനെല്ലാം ഛേദമെന്നുണ്ടെന്ന് കേട്ടോ, ഞാനെന്ന് എന്റെ ചവർന്നെണ്ണുന്ന പോലെ ആൾക്കാർ വിട്ടുകൊടുക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് അത്ഭുതം. പ്രിയമുള്ളവരെ, ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് എന്തു ചെയ്യണം. ആ പോരാടുന്നത് കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം എടുക്കും. അതിന്റെ 12, 13 വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്ന് ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. തമ്മിൽ ക്ഷമിക്കണം കേട്ടോ. എന്തിനാ ക്ഷമിക്കാൻ പറഞ്ഞെന്നറിയാമോ? അടുത്തൊരു വാക്യത്തെ പൊന്നു തമ്പുരാൻ ആത്മാവിലൂടെ അപ്പോസ്തലനെ കുറിച്ചിട്ട് കൊടുത്തു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. മറ്റൊന്നുമല്ല കേട്ടോ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചു തന്നില്ലേ കുഞ്ഞെ, അതുപോലെ നിങ്ങളൊന്നും ചെയ്യണം കേട്ടോ. കർത്താവ് അകത്തുണ്ടോ? യേശു അകത്തുണ്ടോ? യേശുവിന്റെ ആത്മാവ് അകത്തുണ്ടോ? നീ ക്രിസ്തുവിലാണ്. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, ക്രിസ്തുവിലെ ആർദ്രതയുണ്ടെങ്കിൽ, ക്രിസ്തുവിലുള്ള മനസ്സലിന് ക്രിസ്തു അകത്തുണ്ടോ? ഇന്ന് രാത്രിക്കാലം അകത്തുള്ള തെളിവ എന്നും അന്യായം ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതിരിക്കുന്ന, ജഡത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്, ഇന്ന് രാത്രിക്കാലം പരിശുദ്ധ വിട്ടുകൊടുത്തിട്ട് ഇന്ന് രാത്രി കർത്താവേ ഒരു മാനസാന്തരത, സമാധാനത്തോട്ട് കിടന്നുറങ്ങാമെന്നേ, സ്വസ്ഥതയോട്ട് കിടങ്ങാൻ ആ ദൈവരാജ്യത്തിന് അകത്തേക്കൊന്ന് കയറ്. ദൈവരാജ്യത്തിനകത്തേക്ക് അത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധ സന്തോഷം, ആ ദൈവ കിങ്ഡം ഓഫ് ഗോഡ്, അതിനകത്തേക്കൊന്ന് കയറണം. പ്രിയ പൈതലേ, നിങ്ങളുടെ സ്നേഹത്തിൽ ഇന്ന് രാത്രികാലം നമുക്കൊന്ന് പലപ്പോഴും നമുക്ക് ഉപദേശിക്കാൻ പലപ്പോഴും ആരും കാണത്തില്ല. നമ്മുടെ പോകുന്ന വഴി നമ്മൾ നല്ല ഉപദേശം, ഞാൻ ചോദിക്കുക, കർത്താവ് നല്ലൊരു ഉപദേശം തന്നിട്ട് എത്ര നാളെ? ദേവദാസിനെ ഇങ്ങനെ ചെയ്യണം, ദേവദാസിയെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഉപദേശം തരുന്ന എത്ര പേരാണ്? ഞാൻ അധികം കേട്ടിട്ടില്ല കേട്ടോ. പ്രിയമുള്ള, അതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം സ്നേഹത്തോട് നിങ്ങളോട് പറയുന്നു, ഉപദേശിക്കാൻ ഒരു മെന്റർ ഉണ്ടാകണം കേട്ടോ. നമുക്ക് മുന്നിൽ ആകി വെച്ചിരിക്കുന്ന ചില അഭിഷിക്തന്മാരുണ്ടാകും, ചില കൃപയുള്ള ദൈവദാസന്മാരുണ്ട്. നമ്മുടെ പോകിനെ പോകുമ്പോൾ പ്രിയദാസനെ ഇങ്ങനെ ചിലത് കാണുന്നു കേട്ടോ, നിന്റെ വഴി ശരിയല്ല കേട്ടോ, നീ നേരെ, അങ്ങനെയൊക്കെ പറയുവാൻ നല്ല ചില വെൽ വിഷേഴ്സ് ഉണ്ടാകണം. ഇന്ന് രാത്രിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാകരുത്. ചില പോരാട്ടങ്ങൾ നമുക്ക് ജയിപ്പാനായിട്ട്. ഇനി അവിടെ നിന്ന് നമുക്ക് ആത്മീയ വിഷയത്തിലേക്ക് ഒന്ന് കടന്നു. ഫിലിപ്പിയർ ലേഖനം എടുക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 1:27 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ട് ദൂരത്തുനിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ
ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളെ ഒന്നിനും കുലുങ്ങാത്ത ഏകമനസ്സുള്ള സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം. അപ്പൊ ആ സുവിശേഷീകരണത്തിലേക്ക് ക്രിസ്തുവിന്റെ യോഗ്യമാവണ്ണം അതേ രീതിയിൽ നടക്കുകയും ചെയ്യുന്നിട്ട് പറയുന്ന പ്രത്യേക കാര്യമാണ് 29. കാരണം പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകുന്നു. നിങ്ങൾ എങ്കൽ കണ്ടതും എങ്കൽ ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്ന അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പോസ്തലൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഒത്തിരി പോരാട്ടമുണ്ട്. എന്തിനാ? ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി, ആ സുവിശേഷത്തെ പ്രതി ഒത്തിരി പോരാട്ടത്തെ ഇവിടെ ഞങ്ങൾ. അതൊക്കെ കാലഘട്ടം നിങ്ങളെ അറിയുകയൊക്കെ ചെയ്യും. നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ ആ സുവിശേഷം നിങ്ങളുടെ നടപ്പ് എന്തിനോ മാത്രം ആ സുവിശേഷം യോഗ്യമാം വണ്ണം നടക്കണം. എന്നിട്ടൊരു ഉപദേശം അതിനകത്ത് കൊടുത്താണ്, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനോടുകൂടി കഷ്ടവന് വരം നൽകിയിട്ടുണ്ട്. പ്രിയ വൈദ്യരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതൊക്കെ അനുഭവാനുള്ള ദൈവം വരം നൽകിയിട്ടാണ് ഇരുത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ ലോക്ക്ഡൌണിലായിരിക്കുന്നു, ഭവനത്തിലായിരിക്കുന്നു. കർത്താവ് എന്ത് ചെയ്യുന്നു? പക്ഷെ കുഞ്ഞെ, ഇതിനകത്ത് വേണ്ട കൃപ ദൈവം തന്നിട്ടുണ്ട്. കേട്ടോ, മോശ മുഖാന്തരം ന്യായപ്രമാണം ഉണ്ടായെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം കൃപ മേൽ കൃപ ലഭിച്ചു. ഇന്നു രാത്രികാലം യേശുവിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ രാത്രികാലം യേശുവിന്റെ ജീവൻ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇതിനെ അതിജീവിക്കുന്ന ഒരു കൃപ, ഇതിനെ അതിജീവിക്കുന്ന ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം ഇറങ്ങും. കർത്താവിന്റെ നാമത്തെ സ്തുതിച്ചാൽ, കർത്താവിനെ സ്തുതിച്ചാൽ, സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോൾ മഹത്വം ഇറങ്ങി വരികണം. ഒന്നുമില്ലാതെ നടക്കുമ്പോഴും കാരാഗ്രഹത്തിലേക്ക് കിടക്കുക. അപ്പോസ്തലന്മാർ കാരാഗ്രഹം അവർ മറ്റൊന്നും ചെയ്ത് അവർ പ്രാർത്ഥിച്ചു, അവർ ദൈവത്തെ ആരാധിച്ചു. അടിസ്ഥാന വിളയിട്ടോ, ആ അടിസ്ഥാന വിള കാരാഗ്രഹ പ്രമാണി കുടുംബം മുഴുവൻ രക്ഷപ്രാപിക്കണം. ഞങ്ങൾ എന്ത് ചെയ്യണം? കുടുംബം രക്ഷപ്രാപിക്കാൻ തക്കവണ്ണം ഇടയാകി. പ്രിയ പൈതലേ, നിങ്ങൾ ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിന് ഒരു ആത്മക്കണ്ണൊന്ന് തുറക്കണം. കേട്ടോ, എന്തിനാ ഈ കാലഘട്ടം ഒരു വലിയ കൂട്ടം ജനത്തെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ ഞാൻ പറയുന്നു, ഒരു വലിയ കൂട്ടം ജനം നിത്യതയിൽ കാണുവാൻ, അവർ ദൈവരാജ്യത്തിൽ കാണുവാൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന ഒരു കൂട്ടം ജനം ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണം. നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ പറഞ്ഞു, രാത്രിയുടെ യാമങ്ങൾ ഈ കൺബോളകൾക്ക് മയക്കാൻ കൊടുക്കാതെ ഈ നാളുകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഈ നാൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യും. ആരോടോ ദൂതാത്മാവ് പറയുക, ഇന്ന് രാത്രികാലം പറയുന്നു, നിനക്ക് കണ്ണുനീരോടെ വിതയ്ക്കാൻ കഴിയുമോ? നീ ആർപ്പോടെ കൊയ്യുന്ന ഒരു കാലം വരും. കേട്ടോ, നിന്നെ അത്ഭുതകരമായിട്ട് വാഹനമേറ്റി ഓടിക്കുന്നത് പോലെ പരിശുദ്ധ ഇന്ന് രാത്രികാലം ചിലതിനോട് പറയുന്നു, നീ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടുവാൻ കഴിയണമെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ട്. ഈ നാളുകളെ സ്വർഗം വലിയ ചെയ്യാൻ പോകുന്നുണ്ടോ? വാതിലുകളെ തുറക്കും. കേട്ടോ, വാതിലുകളെ തുറക്കും. എന്റെ ദൈവം ചെയ്യണ്ട. നമ്മൾ വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കേണ്ട. പത്രോസ് പ്രാർത്ഥിച്ചില്ല, അപ്പൊല്ലോസ് ഇവരാരും പ്രാർത്ഥിച്ചില്ല. പക്ഷെ അവർ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. പ്രിയ പൈതലേ, നിങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതി. നിങ്ങൾ ഞാൻ സ്തുതിച്ചു കൊണ്ടിരുന്ന ദൈവത്തെ സ്തോത്രം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്ന അറിയുമോ? അവിടെ എല്ലാം ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കുവാനായിട്ട് തുടങ്ങും. ഈ നാളിൽ നമുക്ക് അങ്ങനെ ഒരു കൃപയിലേക്ക് നമുക്ക് കടന്നു വരാൻ ദൈവം നമ്മളെ സഹായിക്കുമാറട്ടെ. അതിന് എന്തു ചെയ്യണം? ഈ ആത്മീയ വിഷയത്തിൽ എങ്ങനെ പോരാടാൻ 2 വിഷയങ്ങളെ കൂടെ നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് എഫെസ്യരുടെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12 വാക്യങ്ങളിൽ വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. മനസ്സിലാവുന്നോ? നമുക്ക് പോരാട്ടമുള്ള ജഡരക്തം. അയ്യോ, ഭാര്യയോട് പോരാടല്ലേ, ഭർത്താവിനോട് പോരാടല്ലേ, കുഞ്ഞുങ്ങളോട്, മരുമകനോടും മരുമകളോടും അമ്മായിയമ്മയോടും ഒന്നും കയറി പോരാടാനൊന്നും പോകരുത്. എന്തിനാ? പോരാട്ടമുള്ള എന്തോ ജഡരക്തങ്ങളോടല്ല, പിന്നെ ആരോടാ? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തെ ലോകാധികളും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേന ഇതിനോട് പോരാടാൻ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട 2-3 കാര്യങ്ങളും ഈ മണ്ഡലത്തിൽ നമ്മൾ ആരും ഭയപ്പെടാൻ കാണാൻ സോഷ്യൽ മീഡിയ ഉണ്ട്, പല വ്യക്തിത്വങ്ങളിൽ ഇത് കാണുന്നതുണ്ടാവാം. ഞാൻ അങ്ങനെ ഒന്ന് ലിമിറ്റ് ചെയ്ത് അതിന്റെ കൂടുതൽ ആത്മതലത്തിലേക്ക് ഇറങ്ങാതെ ഒന്ന് പോകാൻ കണ്ടു. ഇപ്പൊ സങ്കീർത്തനം 91 എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണുന്നത് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാൻ. ഇതൊക്കെ ഏത് മണ്ഡലങ്ങളിൽ നിന്ന് വരുന്നതെന്ന് അറിയാം? വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ. മനസ്സിലാകുന്നോ? വാഴ്ചകളും അധികാരങ്ങളും ദുഷ്ടാത്മസേനകളും ഒക്കെ മണ്ഡലങ്ങളിലൂടെ വ്യാപരി. ഇത് ഇത്രമാത്രം തിരിച്ചറിയാം. അതുകൊണ്ട് എഫെസ്യരുടെ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളുടെ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാം സംബന്ധിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയുന്ന ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുള്ള. അപ്പൊ കർത്താവിന്റെ സർവായുധ വർഗങ്ങളൊക്കെ താഴോട്ട് ഭാഗം 6:14 ഏൽപ്പിച്ചുകൊണ്ട് ആയുധം ധരിച്ചുകൊണ്ട് നിൽക്കണേ. നമ്മൾ പോരാടുന്ന മണ്ഡലത്തിലേക്ക് അവിടെ നിന്ന് വേണം നമ്മൾ ഇനി ആ പോരാട്ടത്തിലേക്ക്. കാരണം ഭൗതിക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ആ ഭൗതിക മണ്ഡലത്തിലെ ഇതിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ മുന്നിൽ ഇതോർക്കണം, രാത്രിയിലെ ഭയങ്ങളുണ്ട്,
പകൽ പറക്കുന്ന അസ്ത്രങ്ങളുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സമ്മാനം. ഇതൊന്നും പേടിപ്പാനില്ല. നിന്റെ 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് എങ്കിൽ അത് നിന്നോട് അടുത്ത് വരെയപ്പോൾ നീ ആ ചിറകിൻ കീഴിൽ ഇരിക്കാമെങ്കിൽ ആ കർത്താവിന്റെ രോഗോപശാന്തിയോടുകൂടി നീതി സൂര്യന്റെ ആ ചിറകിൻ കീഴിലായിട്ട് ഇരിക്കാൻ കഴിയുമെങ്കിൽ ഒന്നിനും തൊടാനേക്കില്ല. പ്രിയ വൈതലേ, ഈ ദിവസങ്ങളെ നിങ്ങളെ ഞാൻ ബലപ്പെടുത്തുന്നു, നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ നിറവാൽ ഈ നാളെ ധൈര്യത്തോടെ വെക്കണം. പോരാടി നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 2 കൊരിന്ത്യർ അതിന്റെ 10:4-5 വാക്യങ്ങൾ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ളവനെ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെ ക്രിസ്തുവിനോട് അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണകൾ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു പറഞ്ഞതുപോലെ. കാരണം നമ്മുടെ പോരായുധ ജഡികങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ള. അതുകൊണ്ട് കുടുംബത്തിൽ വഴക്കുണ്ടാകുമ്പോൾ, കുടുംബത്തിൽ ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ, കുടുംബത്തിൽ അസ്വസ്ഥകൾ ഉണ്ടാവാൻ, സഭയ്ക്ക് ഇടർച്ചകളും അസ്വസ്ഥകളുണ്ട്. അയ്യോ, വ്യക്തികളോട് പോരാടല് ഇന്ന് രാത്രികാലത്തെ സന്ദേശമാണ്. ആരോടും പോരാടാൻ പോലെ ആത്മാവിൽ നിന്നുകൊണ്ട് അതിനകത്തൂടെ, ആ വ്യക്തിബന്ധത്തിനകത്തൂടെ വ്യാപരിക്കുന്ന ആ ഇരുളിന്റെ വ്യാപാര ശക്തിയോട് നമ്മൾ എതിർത്ത് നിൽപ്പാൻ കഴിയണം. മനസ്സിലാവുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ പലപ്പോഴും ഭാര്യയോട് വഴക്കുണ്ടാകാറുണ്ട്, ഭർത്താവിനോട് വഴക്കുണ്ടാകാറുണ്ട്, കുഞ്ഞുങ്ങളോട് വഴക്കുണ്ടാകും. നമ്മുടെ വിചാരിക്കും കുഞ്ഞുങ്ങളല്ല വിഷയമൊന്നേ, ഭാര്യയും ഭർത്താവും എന്നല്ല വിഷയം, അമ്മായിയമ്മയും അമ്മായിയപ്പനും ഒന്നും മരുമകളും ഒന്നും അല്ല വിഷയം. ഇതിനകത്ത് നിങ്ങളുടെ വേലി പൊളിഞ്ഞത് കൊണ്ടാണ്. മനസ്സിലാവുന്നത് രാത്രികാലത്തെ സന്ദേശമാണ്. ചില വേലി ഇയ്യോബിന്റെ കുടുംബത്തിന് ചുറ്റും കെട്ടിയ ആ വേലി പൊളിഞ്ഞപ്പോഴാ ദുഷ്ടനകത്ത് കയറിയത്. പല ഭവനങ്ങളുടെ അകത്ത് വേലി പൊളിഞ്ഞു കിടക്കുന്നു. ഇന്ന് രാത്രികാലം ആത്മാവ് ദൂത് പറയുക. മനസ്സിലാക്കണം, പല വേലി പൊളിഞ്ഞു കിടക്കുന്നത് ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചോളൂ. പൊന്നു തമ്പുരാനെ, ഭവനത്തിന് ചുറ്റും ഒന്ന് വേലി കെട്ടിത്തിരിക്കണേ. ഓ, നീ എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന? യോബേ, നീ ഇങ്ങനെ ഇരിക്കുന്ന കാരണമുണ്ടോ? നിനക്ക് ചുറ്റും വേലിയൊക്കെ കെട്ടിവെച്ച് പൊന്നു തമ്പുരാൻ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. ആ വേലി പൊളിക്കുകയാണെങ്കിൽ അവൻ അലറുന്ന സിംഹത്തെ പോലെ ഊടാടിക്കൊണ്ട് ആരെ വിഴുങ്ങണം അറിയാതെ നടക്കുക. ഓ, അതിനെ തിരിച്ചറിയണം. ഇന്ന് രാത്രികാലം അകക്കണ്ണൊന്ന് തുറക്കണം. പൊന്നു തമ്പുരാനെ, ഒരു വശത്ത് യേശു ഉണ്ടെങ്കിൽ മറുവശത്ത് തകർത്തു കളയാൻ നിൽക്കുന്ന അവനെ കൂടെ കാണണം. പക്ഷെ യേശുവിലാണോ ആശ്രയം, യേശുവിലാണോ പ്രത്യാശ വെച്ചിരുന്ന അവൻ എന്റെ ഉപനിധി എന്ന് പറയാൻ, അവൻ എന്റെ ജീവന്റെ പാറ, എന്റെ ഉറപ്പാന്ന് പറഞ്ഞാൽ അതിലേക്കൊന്ന് ഉറച്ചാൽ ഇതിന് പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ഞാൻ സ്നേഹത്തോടും ജഡത്തിൽ പോരാടരുത്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല. ഇന്ന് രാത്രികാലം തിരിച്ച ആരോടെങ്കിലും ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. കർത്താവേ, ഇന്നലെ വരെ പോരാടി ഇന്ന് രാത്രി ഒന്ന് ദൈവസ്ഥനെ ഒന്ന് മുട്ടുമടങ്ങാൻ, ഒന്ന് തോൽവി സമ്മതിക്കാൻ പറ്റുമെങ്കിൽ കർത്താവിന്റെ സന്നിധി, കർത്താവെ, ആ വിഷയങ്ങൾ എനിക്കൊരു വലിയ വിടുതൽ തന്നെ എന്ന് പ്രാർത്ഥിച്ച നിശ്ചയമായിട്ടും ദൈവം എന്ത് ചെയ്യും? നമ്മുടെ അനുഭവങ്ങളുടെ മേൽ അത്ഭുതകരമായ വിടുതലിലേക്ക് ദൈവം നമ്മെ നടത്തും. അവിടെ നിന്നുകൊണ്ടാണ് എന്താണ് ഇതിന്റെ മറുവഴി? ആ അനുഭവത്തിലേക്ക് കയറാൻ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് യാക്കോബ് 4:7. ആകിയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങാൻ പിശാചിനോട് എതിർത്ത്, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ, കൈകളെ വെടിപ്പാക്കുവിൻ. ഇരു മനസ്സുള്ളവരെ, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായി തീരട്ടെ. കർത്താവിന് താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. പ്രിയവിതലേ, കർത്താവിന്റെ ബലമുള്ള കൈ താഴ്ച, ദൈവത്തിന് കീഴടങ്ങാൻ പിശാചിനോട് എതിർത്ത്, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടി. ഇന്ന് രാത്രികാലം ആ സന്ദേശം അകത്ത് കർത്താവേ അത് ആമീൻ പറഞ്ഞേറ്റ് നിങ്ങളുടെ കുടുംബത്തെ പോരാട്ടത്തിന് അവനെ സമ്മതിക്കുക. ദൈവത്തിന്റെ സ്ഥലം മുട്ടും അടക്കിയാൽ ഇന്ന് രാത്രികാലം പറയുന്നു, നമ്മൾ ഒന്ന് യേശു കർത്താവ് നിങ്ങൾ എന്തിനും ഉണർന്നിരിക്കണം. രണ്ടാമത് കർത്താവിന് വരുന്ന ഒരുങ്ങിയിരിക്കണം. ആ ഒരുങ്ങിനെ പറഞ്ഞ പ്രധാന കാരണം അതിന്റെ 24 വായിച്ച വിഷയം ഇതാണ്. വൃദ്ധന്മാരെ കൂടെ തെറ്റിച്ചു കറിയുന്ന ഒരു കാലത്തിലേക്ക് ഈ കാലത്തെ നമ്മൾ വിവേചിക്കണം. ഇതേത് കാലമാണ്? ഈ ഒരു അന്ത്യകാലമാണ്, ഈ ഒരു ദുർഘട സമയമാണ്, ഇത് ദുഷ്ടലോകമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ടുള്ള യാത്ര. നമ്മൾ കണ്ണടച്ചു പോകരുത് കേട്ടോ, കണ്ണും കാതും തുറന്നിരിക്കണം കേട്ടോ. ഈ ദിവസങ്ങളിൽ ചുറ്റുപാടും പലതും സംഭവിക്കുമ്പോൾ ഉണർന്നും ഒരുങ്ങിയും കൊണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട്. പ്രിയവതില് നമ്മൾ മാത്രം ആ എടുക്കപ്പെടുന്ന അനുഭവമല്ല, ഒരു കൂട്ടം നമ്മുടെ കുടുംബമുണ്ട് കേട്ടോ, നമ്മുടെ ബന്ധുക്കളുണ്ട്, നമ്മുടെ ചാർച്ചക്കാരുണ്ട്, നമ്മുടെ കുടുംബത്തിൽ അനേകരുണ്ട്. അവർ യേശുവിനെ അറിയണം, അവർ രക്ഷിക്കപ്പെടണം, അവർ സ്നാനപ്പെടണം, അവരുടെ പേര് ജീവവസ്ഥയിൽ കാണണം, അവര് നിത്യതയെ കാണുവാനിടയാണ്. ഒരു വലിയ ദൗത്യം ദൈവം നമ്മളെ തന്നിട്ടാ പ്രിയവൈതലെ നമ്മൾ ആക്കിനം. അതിനുവേണ്ടി കഷ്ടവനിങ്ങനെ വരവും കൂടെ നന്ദി തന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇനി സുവിശേഷം പറയാനായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വേറൊരു ദൈവദാസനെയോ വേറൊരു അഭിഷേകത്തിനെ ദൈവം അയക്കുമെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്.
വചനം പറയുന്നു യേശു കർത്താവ് ആ പരിശുദ്ധനെ കൊടുത്തത് കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുക. അതിന്റെ മർമ്മം എന്താണ്? നിന്നിലൂടെയാ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നത്. എന്തിനാ ഒരു കുടുംബത്തിന് മോശ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിന് ഒരാട്ടിൻകുട്ടിയെ എടുത്ത് യാഗം കഴിക്കുന്ന പോലെ ഒരു കുടുംബത്തിന് ഒരാളെ എടുത്തു, അതിന് ശേഷം 2 പേരെ എടുത്തു, 3 പേരെ, 4, ആ കുടുംബം മുഴുവനും മനസ്സിലാക്കുന്നു. ഒരു കാരാഗ്രഹ പ്രമാണി കുടുംബം മുഴുവൻ യേശുവിനെ ആ കുടുംബം മുഴുവൻ ആനന്ദി. ഇന്ന് രാത്രികാലം അതൊരു സന്ദേശമുണ്ട്. കർത്താവേ, ഞാൻ മാത്രമല്ല യോശുവ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അയ്യോ, ഇതൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ അതകത്തേക്കൊന്ന് കയറണം കേട്ടോ. ആത്മാവിന്റെ മണ്ഡലത്തേക്ക് കർത്താവ്, ഞാൻ മാത്രം നിന്റെ വസ്ത്രത്തിലെ തൊങ്ങലിൽ പിടിച്ചുകൊണ്ട് ചിലത് കടന്നു വരുന്നു. പരിശുദ്ധ രാത്രികാലം പിടിച്ചു വന്നു. ഒരുക്കമുണ്ടോ? പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? കർത്താവെ, ഞാൻ മാത്രമല്ല കർത്താവെ, അവിടെ എന്റെ കൂടെ എന്റെ ബന്ധുക്കൾ, എന്റെ ചാർച്ചക്കാര്, എന്റെ കൂടെ എല്ലാവരും അവർ യേശുവിനാണ്. അവർ അവിടെ കാണണം. ഇവരാഗ്രഹമുള്ള എത്ര പേരാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആദ്യം ചില പ്രാർത്ഥിക്കും, കർത്താവെ, ഉഗാണ്ടയിൽ ഒരു ഉണർവായിരിക്കും കുഞ്ഞെ. ഉഗാണ്ടയിൽ ഉണർവഹിക്കുന്ന നമ്മുടെ കുടുംബത്തിന്, സ്വന്തം കുടുംബത്തെ നോക്കാൻ കഴിയാത്തവന് എങ്ങനെയാ മറ്റത് ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാനും? അങ്ങനെ സ്വന്തം കുടുംബത്തിൽ തുടങ്ങണം. ആദ്യം എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറ ഒരു വിടുതലിനായി സൗഖ്യം. ഇന്ന് രാത്രികാലം പരിശുദ്ധ ഞാൻ പറയുന്നു, ഒരു വലിയ വിടുതൽ. ചില പോരാട്ടത്തിൽ രക്തങ്ങളോട് പോരാടാൻ പോകരുത്. ആത്മാവിൽ പെടും, കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ കഴിയണം. പ്രിയമുള്ള കുടുംബമായിട്ട് ഒന്നിച്ച് ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഒന്നിച്ച് ആരാധിക്കാൻ, കർത്താവിന്റെ വില ഒന്നിച്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ ചിലപ്പോൾ ചില സഹോദരന്മാർ പറയുന്നുണ്ട്, ഞാൻ രാവിലെ സഞ്ചിയും തൂക്കി 2 ബൈബിളും ഒക്കെ എടുത്ത് ഒരൊറ്റ പോകാം, ഞാൻ സുവിശേഷ പ്രവർത്തനം. അയ്യോ, ഭാര്യ എന്ത് ചെയ്തു, മക്കൾ എന്ത് ചെയ്തു, എനിക്ക് എന്റെ പെണ്ണ് സഹോദര, അങ്ങനെ പോകരുത്. എന്റെ കുടുംബത്തെ മകർന്നു പോകരുത്. പിശാചി കയറാൻ ഇട കൊടുക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മുടെ കുടുംബത്തെ കൂടെ, സഹോദരി കൂടെ കൊണ്ടുപോ, മക്കളെ കൂടെ കൊണ്ടുപോ, കുടുംബമായിട്ട് പോകാനും. പ്രിയൽ കഴിഞ്ഞ നാളുകളിൽ ഇന്നലെ എന്റെ ജീവിതത്തില് 35 വർഷമായി കുടുംബജീവിതം തുടങ്ങിയിട്ട് കുടുംബത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്റെ ദൈവം തന്ന സഹോദരിയും 2 മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇത്രയും നാൾ എന്റെ ശുശ്രൂഷയ്ക്ക് എനിക്ക് ഏറ്റവും സഹായമായിരുന്നു. എന്റെ ബലം, ഞാൻ ക്ഷീണിച്ചു പോയപ്പോൾ, ഞാൻ തളർന്നു പോയപ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല. അവർ എനിക്ക് കൈത്താങ്ങുന്നു, അവരെന്നെ ബലപ്പെടും. എന്റെ സഹോദരിയാണ് ഏറ്റവും കൂടുതൽ എന്നെ ബലപ്പെടുത്തുന്നത്. എന്റെ മക്കൾ അതുപോലെ എന്ത് കാര്യം പറഞ്ഞാലും ധൈര്യമായിട്ട് ചെയ്യും, ഞങ്ങൾ കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ കൂടെ ഉണ്ട്. എന്ത് കാര്യം ഞങ്ങൾ, എന്റെ 2 മക്കളും പറയുമായിരുന്നു, ഞങ്ങൾ കൂടെ ഉണ്ട്. അതായിരുന്നു എന്റെ ബലം. മറ്റാരും സഹായിക്കാനില്ല. നമ്മുടെ കുടുംബത്തിൽ തുടങ്ങട്ടെ. പ്രിയ പൈതലേ, സ്നേഹത്തോടെ ഇന്ന് രാത്രി നമ്മുടെ കുടുംബത്തിനുണ്ട് പ്രാർത്ഥിക്കാം. ഭാര്യ, ഭർത്താവ്, മക്കളെ കുടുംബമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് സഭയായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിശ്ചയമായിട്ട് വരിക. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒത്തിരി ഈ നാളുകളിൽ നമുക്ക് ഒന്ന് ആഗ്രഹിക്കാം, നമുക്കൊന്ന് കൊതിക്കാം. ദൈവമേ, ദൈവരാജ്യത്തിനുണ്ട്, ദൈവരാജ്യം കിട്ടുന്നുണ്ട്, നമ്മുടെ അകത്തുണ്ട്. നേരത്തെ യൂദയുടെ പുസ്തകത്തിൽ വായിച്ചെന്താ? കാരണം അതിവിശുദ്ധമായ വിശ്വാസത്തെ കാത്തുള്ള ആ നിത്യരക്ഷയ്ക്കായിട്ട് നമ്മൾ ആ 4 കാര്യങ്ങൾ നമ്മുടെ അകത്ത് കിട്ടണം. ഒന്ന്, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഈ കാലത്ത് വളരെ പോരാടുന്ന വിശ്വാസത്തിന് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടും അല്ലേ? അവസാനത്തോളം സഹിച്ചു നിൽക്കണമെങ്കിൽ, വിശ്വാസത്തിൽ നിൽക്കണമെങ്കിൽ പോരാടി നമ്മൾ പ്രാർത്ഥിച്ച് അതിനകത്ത് 2-3 കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, ആത്മീക വർധന വരുത്തണം. ഇതിനു വേണ്ടി വിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയിട്ട് പിന്നെ പരിശുദ്ധാലും പ്രാർത്ഥിക്കണം. 3, നിത്യജീവനായിട്ടും കരുണയ്ക്കായിട്ട്, യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കണം കേട്ടോ. 4, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിത്യം നമുക്ക് ഉറപ്പാകുഞ്ഞേ. മറ്റാരുടെ സർട്ടിഫിക്കറ്റിന്റെ പുറത്ത് നമ്മുടെ അകത്തൊരു ഉറപ്പ്. കർത്താവ് ചോദിച്ചു, നീ രക്ഷിക്കപ്പെടുവോ, നീ സ്വർഗത്തിൽ പോണെച്ചാൽ എനിക്കകത്തൊരു ഉറപ്പ് കിട്ടിയാൽ മതി. മറ്റുള്ള ആരുടെയും ഉറപ്പിന് വേണ്ടിയുള്ള നമ്മുടെ അകത്ത്, എന്റെയും നിങ്ങളുടെ അകത്ത് എന്റെ യേശു അകത്തുണ്ടെന്നൊരു ഉറപ്പിന്, ആ ദൈവ സ്നേഹത്തിലാണോ, ആ ദൈവ കൃപയിലാണോ? അങ്ങനെയാണെങ്കിൽ ഈ അപ്പനെ ഒന്ന് മുറുകെ പിടിച്ചാട്ട്, ഈ അപ്പനെ ഒന്ന് മുറുകെ പിടിക്കാൻ കഴിയും. അതുകൊണ്ട് ആ ദൈവത്തിന് കീഴടങ്ങുവാൻ പിശാചിനോട് എതിർത്ത് ഇന്ന് രാത്രികാലം സ്നേഹത്തോടും ഈ കർത്താവിന്റെ മാറോട് ചാരി ഇരിക്കാൻ കഴിയുമോ? ദൈവത്തോട് അടുത്തെല്ലാം പറ്റും. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് കൊതിയുണ്ട്? കർത്താവേ, ഇന്നലെ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, അല്ലെ ഇന്നലെ 2 മണിക്കൂർ പ്രാർത്ഥിച്ചു. കർത്താവേ, നാളെ എനിക്ക് 1 മണിക്കൂറോടൊന്ന് പ്രാർത്ഥിക്കാൻ കൃപ തരുമോ? നാളെ എനിക്ക് 4 മണിക്കൂറൊന്ന് പ്രാർത്ഥിക്കാൻ കൃപ തരുമോ? കുറച്ചുകൂടെ ദിവസം ഇരിപ്പാൻ കൃപ തരുമോ? ഒത്തിരി വചനം വായിപ്പാൻ എനിക്ക് കൃപ തരുമോ? ഒന്ന് ധ്യാനിപ്പാൻ കൃപ തരുമോ? ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ എനിക്കറിയില്ല, ഞാൻ ഏതോ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പറഞ്ഞൊരു കാര്യമാണ്. ഇത്രേ പറഞ്ഞുള്ളൂ. മുൻപന്മാർ പിൻപന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആന്ന് ഒരു ദൂത് കൈമാറി. കുറച്ചു മുമ്പ് ഒരു സഹോദരിയുടെ ഒരു സാക്ഷ്യം താൻ എന്നെ വിളിച്ച്, ഫോണിൽ കൂടെ വിളിച്ചു, മെസ്സേജ് അയച്ചു, വിളിച്ചു. താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുമ്പോൾ തന്നെ രാത്രിയിൽ താൻ ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ എന്നെ കാണുവാൻ കഴിഞ്ഞു. ഞാൻ ചെന്നിട്ട് തന്നോട് പറയുന്ന കാര്യമാണ് ഈ പറഞ്ഞ അതേ വചനം.
മുമ്പന്മാരും പിമ്പന്മാരും മുമ്പന്മാരും ആകുന്നതിന് മനസ്സിലാവുന്നത് നമ്മൾ ആത്മമണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ കഴിയുമ്പോൾ നമ്മുടെ ദൈവസ്ഥാനം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ അനേക വ്യക്തി ജീവിതങ്ങൾ വിടിവിക്കപ്പെടും. മനസ്സിലായി, ഇതൊക്കെ ശുശ്രൂഷയുടെ പുതിയ തലങ്ങളാണ്. ഈ അന്ത്യകാലത്ത് ശുശ്രൂഷ നമ്മൾ പഠിച്ചു വെച്ച ഒത്തിരി മണ്ഡലങ്ങളുണ്ട്, അതിനെല്ലാം പൊന്നുതമ്പുരാൻ മാറ്റും കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ഈ ദിവസം ഞാനത് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കും. നാളുകൾ ദൈവം അത് ചെയ്യാൻ പ്രിയമുള്ള നമുക്കൊക്കെ ഒന്ന് ഒരുങ്ങാം, ഉണരാം, ഏറ്റിരിക്കണം. കാരണം ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ വിശ്വാസത്തെ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, മടുത്തു പോകാതെ നമുക്കൊന്ന് ഒരുങ്ങാം, നമുക്കൊന്ന് ബലപ്പെടാം. 10 പേരെ കൂടെ, ഒരു 10 പേരെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ 10 പേരെ കൂടെ അതിവരാത്തി കൊണ്ട് എത്ര വലിയ സന്തോഷം. അപ്പം ചോദിക്കും കേട്ടോ, എത്ര പേരെ കൂടെ നീ കൊണ്ടുവന്നു, നിന്റെ കൂടെ എത്ര പേരാണ് ചോദിച്ചാൽ നമുക്ക് മറുപടി അറിയാൻ കഴിയും. പ്രിയമുള്ളവരെ, അയ്യോ ഞാൻ മാത്രം AC കമ്പാർട്ട്മെന്റ് ഒരു കംഫർട്ട് സോണിൽ പോകാനല്ല ഞാൻ ആഗ്രഹം. കാരണം അപ്പോസ്തലനൊക്കെ പറയും, എത്ര ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് മാത്രമല്ല പ്രിയ, നിങ്ങളോടുകൂടെ. അങ്ങനെയാ പറയുന്നത്. അഭിഷിക്തന്മാരെ കാരണം എനിക്ക് മാത്രമല്ലെന്ന് നിങ്ങളോടുകൂടെ എനിക്ക് തരുമെന്നാണ്. ഇതായിരിക്കും അകത്തെ കാഴ്ചപ്പാട്, വെളിപ്പാടായിട്ട് ഇതൊക്കെ അകത്ത് കിട്ടും. കർത്താവേ, ഒന്നിച്ച് ഒരു വലിയ കൂട്ടത്തിൽ ഇവിടെ എണ്ണിയാൽ ഒടുങ്ങാത്തൊരു പുരുഷാരം, ആ കൂട്ടത്തിൽ ഞാനും കാണും. ഞാൻ എപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്, കാരണം വലിയ ശുശ്രൂഷ, തലയിലൊക്കെ വലിയ കിരീടങ്ങളൊക്കെ ആയിട്ട് മുമ്പിലിരിക്കാൻ വളരെ കൊതിക്കുന്ന ചില വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടാകാം. അവരൊക്കെ ചിന്തിക്കേണ്ട, കാണാം 12 അപ്പോസ്തലന്മാര് എല്ലാം വിധിക്കാനൊക്കെ ഇരിക്കുന്ന പോലെ വലിയ പുൽപ്പറ്റൊക്കെ ഇരിക്കുന്ന വലിയ അനുഭവത്തിൽ ഞാൻ ദൈവത്തോട് ആദ്യം ഒറ്റ പ്രാർത്ഥന, ഞാൻ കർത്താവേ ദൂരെ നിന്നെങ്കിലും കർത്താവേ പൗലോസിനെയും പത്രോസിനെയൊക്കെ കാണാനൊരു ഭാഗ്യം തരണേ. എനിക്ക് മുമ്പിൽ ഒരു സീറ്റ് വേണ്ട, മുമ്പിലൊന്നും പോകാൻ ആഗ്രഹമില്ല. ദൈവം തരുന്നത് മതി. ദൈവം എവിടെ നിൽക്കാൻ അവിടെ നിന്നാ മതി. പക്ഷെ ആഗ്രഹം എനിക്ക് അവിടെ കാണണം. എനിക്കും ദൂരെ നിന്നെങ്കിലും എന്റെ ആഗ്രഹം ഇതാ. എനിക്ക് അവിടെ കിരീടത്തിന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, അവിടെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്നെ ദൈവം തരുന്നത് മതി കർത്താവേ, അവിടെ തരുന്നത് മതി, മറ്റൊന്നും വേണ്ട. എനിക്ക് ദൂരെ നിന്നെങ്കിലും ഈ വിശുദ്ധന്മാരുടെ കൂടെ നിന്ന് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ കൃപ ദൈവം നമ്മുടെ പകർന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളെ ഓർത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നടക്കുന്ന ബൈബിൾ സ്റ്റഡി സ്ഥിരമായിട്ട് കേൾക്കുന്ന വലിയ വ്യക്തിത്വമുണ്ട്, പല സമയങ്ങളിൽ കേൾക്കുന്നത്. നിങ്ങളെ നമുക്കൊന്ന് വളരാം, നമുക്കൊന്ന് ബലപ്പെടാം, നമുക്ക് എന്നിട്ട് ഒരു വലിയ കൂട്ടം ജനത്തെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ആദായപ്പെടാൻ ദൈവം ഇടയാക്കട്ടെ. ഇന്ന് രാത്രികാലം നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ അതിവിശുദ്ധമല്ല, വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, അതിവിശുദ്ധമായ വിശ്വാസത്തിന്റെ നില. കാരണം നമ്മളെ കൊണ്ട് ആദ്യത്തെ വിശ്വാസമുണ്ട്, ആ വിശ്വാസം ഒന്നും പോരാ കേട്ടോ. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഈ വിശ്വാസം ഒന്നുമില്ല. അതിവിശുദ്ധമായ ഒരു വിശ്വാസത്തിന്റെ നിലവാരത്തിലെ യൂദയുടെ പുസ്തകം ഒന്ന് വായിച്ചു മനസ്സിലാകും. അവിടെ അന്ത്യകാലത്തെ പല കാര്യങ്ങളും പറയുന്നത് വ്യാഖ്യാനിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം മുന്നോട്ട് പോയിക്കോട്ടെ. പ്രിയമുള്ളവരെ, നാളുകളിൽ ദൈവം നിശ്ചയം ചെയ്യും.